ഇഡ്ഡലി മട്ടൻ ഇഡ്ഡലി മട്ടൻ ഇഡ്ഡലി മട്ടൻ കേട്ട് കേട്ട് കേട്ടിട്ട് മടുത്ത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഇപ്പോൾ അതേ ഉള്ളൂ കോംബോ. അപ്പോൾ ഞാനും വിചാരിച്ചെന്നോ എന്തോ അത് പോയി കഴിച്ചു കളയായിരുന്നു. എന്താ ഈ ഹൈപ്പ് എന്നറിയണമല്ലോ. അങ്ങനെ നൈറ്റ് കഴിഞ്ഞ് കിടന്നുറങ്ങി ഞാൻ. ഇന്ന് മടി പിടിച്ച് ഫുഡൊന്നും ആക്കിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന് വിളിച്ചു, ഓക്കെ എന്നാൽ നമുക്ക് മട്ടൻ കഴിക്കാൻ പോകുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ നൈറ്റ് കഴിഞ്ഞോണ്ടാട്ടെ ഈ മോന്ത ഈ കടന്നിൽ കുത്തിണങ്ങിയിരിക്കുന്നത് വേറൊന്നുമല്ല. അങ്ങനെ ഈ കോംബോ തപ്പിയപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ മെനു ഒക്കെ തപ്പിയിരിക്കുമായിരുന്നു ഇവിടെ ഗൂഗിൾ മാപ്പിൽ. അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് സെയിലോൺ ദോശ എന്ന് പറഞ്ഞിട്ട്. അവിടെ മട്ടനും ഉണ്ട് ഇഡലിയും ഉണ്ട്. അങ്ങനെ കോംബോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ രണ്ടും ഉണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് 15 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക്. അങ്ങനെ അവിടെ എത്തി. പ്രീ പ്ലാൻഡ് ആയിട്ട് ഇഡലിയും മട്ടനും കഴിക്കാനാണെങ്കിലും അവർ മെനു തരുമ്പോൾ നമ്മൾ മെനു ഒന്ന് നോക്കണമല്ലോ. അങ്ങനെ അവർ 1-2 മിനിറ്റ് എടുത്ത് മെനു ഒക്കെ ഒന്ന് പഠിച്ചു. ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട് അവരുടെ കയ്യിൽ. അതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചത് എൻ്റെ യൂഷ്വൽ സാമ്പാർ വടയും ചില്ലി ചിക്കനും സ്റ്റാർട്ടറായിട്ട്. സാമ്പാർ വട എന്നും എൻ്റെ ഫേവറേറ്റ് സാധനം കഴിക്കാൻ. എന്തോ സൗത്ത് സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ വട. എന്തോ ഒരു പ്രത്യേക ഫീലിംഗ് ആണത് കഴിക്കാൻ എന്നും. ബൾക്കിങ്ങിലെ ചീറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഫുഡ് കണ്ടാൽ ഭ്രാന്താണല്ലോ ഒന്ന്. അതിൻ്റെ കൂടെ ഞാൻ അവിടുന്ന് ഒരു ഡബിൾ സ്പെഷ്യൽ വാങ്ങി, ശ്രീലങ്കൻ സ്പെഷ്യൽ റോസ്റ്റ് പോലത്തെ ചിക്കനും മട്ടനും പ്രോൺസും ഒക്കെ ഉള്ളൊരു റോസ്റ്റ്. പിന്നെ അതിനോട് നമ്മുടെ മട്ടൻ കറി. എനിക്ക് സാധാരണ മട്ടൻ കറി വലിയ പിടുത്തമില്ലാത്ത ആ ഒരു മണമുള്ളതുകൊണ്ട് മട്ടൻ്റെ. പക്ഷേ ഇതിനകത്ത് മട്ടൻ്റെ ചൂരൊന്നുമില്ല, സൂപ്പർ കറിയായിരുന്നു. അതിനോട് നമ്മുടെ ഫേവറേറ്റ് സാധനം ഇഡ്ഡലി, പിന്നെ പൊടി ദോശയും മേടിച്ചു. ആ കോംബോ, ഈ ഹൈപ്പുള്ള ഈ കോംബോ ഉണ്ടല്ലോ, മട്ടൻ ഇഡലി കോംബോ, കേൾക്കുമ്പോൾ ഒരു ഓക്കോഡ് കോംബോ ആണെങ്കിൽ പോലും ട്രൈ ചെയ്തപ്പോൾ എൻ്റെ പൊന്നോ പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ ഇനിയും പോയി ട്രൈ ചെയ്യാം. എനിക്ക് അത്രയും അങ്ങ് എന്തോ പറയാം, മനസ്സിൻ്റെ അന്തരാഴങ്ങളിലേക്ക് ഊളിയിട്ട് പോകുന്നൊരു ടേസ്റ്റ്. കൊള്ളാം, അടിപൊളി സാധനം. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റാത്തൊരു സാധനമുണ്ട് മോനെ അവിടെ നിന്ന് തന്നത്, ഈ ചട്നി. മട്ടനും ഇഡ്ഡലിയും പോകുമ്പോൾ ഒന്നും അല്ല അവിടുത്തെ സ്റ്റാർ ഈ ചട്നിയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് അധികം വന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ തീരാൻ പറ്റില്ല. അങ്ങനെ പാഴ്സൽ മേടിച്ച് ഞാനിങ്ങ് പോരുന്നു. ഇനി അത് ബാക്കി നാളെ കഴിക്കാം.